വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. പതിവ് തെറ്റിക്കാതെയാണ് തലസ്ഥാന നഗരി ഉണർന്നു വന്നത്. സൂര്യൻ കിഴക്കുദിച്ചു. കോൺഗ്രസുകാർ റോഡിലിറങ്ങി പതിയെ പടിഞ്ഞാറോട്ടേക്ക് ഉരുണ്ടു തുടങ്ങി. നമ്മുടെ MLA ശ്രീ കെ മുരളീധരൻ MLAക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഉരുണ്ടുവന്നവർ ഉണ്ണാവൃതക്കാരൻ്റെ മുന്നിൽ നിന്ന് വെള്ളം കുടിച്ചു കൊതിപ്പിച്ചുവെങ്കിലും അപ്പുറത്ത്, അതായത് ഭരണപക്ഷത്ത്, ചില നല്ല നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. CPIക്കാരുടെ ആസ്ഥാനമായ MN സ്മാരക മന്ദിരം ഏതാണ്ടൊരു AKG സെൻറ്ററിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നു. സമരം നടത്തിക്കാൻ മാത്രമല്ല, നിർത്തേണ്ടപ്പോൾ നിർത്തിക്കാനും അറിയാമെന്ന ഭാവത്തിലായിരുന്നു CPIക്കാർ. അവരിൽ ചിലർ മന്ത്രിമാരായി തന്നെ അഭിനയിച്ചു. സർക്കാരിൻ്റെ ഭാഗമാണെന്ന് അവരാദ്യമായി വിശ്വസിച്ചു. നല്ല ശുഭകരമായി പര്യവസാനിക്കുക എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾ ഒരു വലിയൊരു കോസിന് വേണ്ടിയാണ് അവർ സമരം നടത്തിയത്. അത് കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള പീഡനങ്ങളും ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണ്. ആ സമരത്തിൽ വിദ്യാർത്ഥികൾ ഇപ്പം തന്നെ ജയിച്ചിരിക്കുകയാണ്. അവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അന്യായമായ കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് 11:30 മണിക്ക് ഗവൺമെൻറ് ഡിസ്കഷൻ വെച്ചിരിക്കുന്നത്. ആ ഡിസ്കഷൻ വളരെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായ സമീപനമാണ് വിദ്യാർത്ഥി സമരത്തിൽ. ഗവൺമെൻറ് എന്നാൽ CPMും അവരുടെ മന്ത്രിമാരും മാത്രമല്ല എന്ന് ചുരുക്കം. സർക്കാർ ഡയറിയിൽ പേരച്ചടിച്ചതുപോലെ
CPI മന്ത്രിമാർക്കും അവരുടെ സ്ഥാനമുണ്ട്. ഇന്ന് 11:30 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട് സംയുക്ത വിദ്യാർത്ഥി സമിതിയുമായിട്ട്. ആ ചർച്ചയിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയും എന്നാണ് തോന്നുന്നത്. വിദ്യാർത്ഥികളായിട്ട് ചർച്ച നടത്തി. എല്ലാവരും വളരെ നന്നായി പ്രതികരിച്ചു, നന്നായി സഹകരിച്ചു. ഒരു സമരം തീരണം എന്ന അർത്ഥത്തിൽ തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സഹകരിച്ചു. ഭംഗിയായിട്ടാണ് ചർച്ച മുന്നോട്ട് പോയത്. ഓരോ ഘട്ടത്തിലും സമരം തീരണം എന്നുള്ള നിലപാട് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും അതുപോലെ തന്നെ സമരം ചെയ്യുന്ന കുട്ടികളും എടുത്തു. അപ്പോൾ അതാണ് കാര്യം. ഇതിനു മുമ്പ് ചർച്ച നടത്തിയപ്പോഴൊന്നും സമരം തീരണം എന്ന നിലപാട് സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇത്രയും നാൾ നടന്നിരുന്ന ലോ കോളേജ് ലോ അക്കാദമി സമരം എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പിൻവലിച്ചതായിട്ട് അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ ലോ അക്കാദമിയിലെ ക്ലാസുകൾ ആരംഭിക്കും. തുടർന്നുള്ള പ്രവർത്തനത്തിൽ ലോ അക്കാദമി നല്ലപോലെ പ്രവർത്തിക്കുന്നതിന് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സഹകരിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷം, ഒരു അക്കാദമിക് അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കാം. അക്കാദമിക് അന്തരീക്ഷം അവിടെ നിൽക്കട്ടെ. പ്രിൻസിപ്പൽ അമ്മ എന്താണായത്? രാജിവെച്ചോ പുറത്താക്കിയോ? ഞാൻ കരാർ വായിക്കാം. കേരള ലോ അക്കാദമി ലോ കോളേജിലെ പ്രിൻസിപ്പലായ ശ്രീമതി ലക്ഷ്മി നായരെ ഗവേണിംഗ് കൌൺസിൽ തീരുമാനപ്രകാരം പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും മാറ്റി. യൂണിവേഴ്സിറ്റി നിയമപ്രകാരം എല്ലാ യോഗ്യതകളുമുള്ള ഒരു പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന വിദ്യാർത്ഥി പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടന്ന ചർച്ചയിൽ തീരുമാനിച്ചു. എന്നിട്ടും ഒരു ലോ പോയിന്റ് ബാക്കി നിൽക്കുന്നുണ്ട്. പ്രിൻസിപ്പലിനെ എന്നേക്കുമായി മാറ്റിയതാണോ അതോ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയതാണോ? അല്ല, ഇത് പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാൻ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അടക്കം വന്നപ്പോൾ അത് കുറെ കൂടി പുതിയ പ്രിൻസിപ്പൽ വരും എന്നുള്ള തീരുമാനം ഉണ്ടായി, ബോധ്യമുണ്ടായി. ഓരോ ചർച്ച കഴിയുമ്പോഴല്ലേ പുതിയ ചർച്ചയിൽ പഴയ ചർച്ചയുടെ റിസൾട്ട് വരിക. മാറ്റി എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ മാറ്റുക എന്ന് പറഞ്ഞാൽ മാറ്റുകയാണ്, കാലമൊന്നുമില്ല, മാറ്റുക. അവർ ഫാക്കൽറ്റിയിൽ ഉണ്ടാവില്ല എന്ന് മാനേജ്മെന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 വർഷക്കാലം അവർ ഫാക്കൽറ്റിയിൽ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ ഫാക്കൽറ്റിയിൽ ഉണ്ടാവില്ല. വിദ്യാർത്ഥി പ്രതിനിധികൾ സമ്മതിച്ചതാണ് ഞാൻ പറഞ്ഞത്. അവർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുന്നുള്ളത് സമരം ചെയ്യുന്ന എല്ലാ സംഘടനകളും സമ്മതിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരും അത് സമ്മതിച്ചാൽ പൊതുജനവും ഈ സമൂഹത്തിന് സമ്മതിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഇടപെടലാണ് ഉണ്ടായത്. പ്രതി പ്രശ്നത്തിൽ ഇടപെട്ട പോലെ അതിന്റെ വാചകം തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. വ്യതിചലിച്ചാൽ സർക്കാർ ഇടപെടും എന്ന് ആ കരാറിലുണ്ട്. കരാറില്ലെങ്കിലും സർക്കാർ ഇടപെടും. അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ആ പ്രിൻസിപ്പൽ ഇനി തിരിച്ചു വരുമോ? അതിനെന്തെങ്കിലും പഴുത് ബാക്കി വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ വായിച്ചില്ലേ, അതായത് സർക്കാർ പ്രിൻസിപ്പലിനെ അവർ മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു ചോദ്യത്തിന് എന്താ അർത്ഥമുള്ളത്? ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അതു കഴിഞ്ഞു തിരിച്ചു വന്നാൽ ആ സമര പുളകിതരെ കാണാം.